ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നുണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, വളരെ സോഫ്റ്റാണ്, വളരെ കനം കുറച്ച് നമുക്ക് വളരെ ടേസ്റ്റായിട്ട് വെജിറ്റബിളൊക്കെ ഇട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിയിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. പച്ചക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു 250 ml കപ്പിന് ഒരു 1.25 കപ്പ് അരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ ആവശ്യത്തിന് അതിൻ്റെ നെയ്യൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. കണ്ടോ, തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തു. അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു വെച്ചു. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഒരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു. അതിനുശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്കതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ കടുകും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളുടെ ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് മൂത്ത് കിട്ടണം, കറിവേപ്പിലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. ഇപ്പം നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് ആറാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് സ്വല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ദോശയൊക്കെ ചുടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മളുടെ ആ മാവ് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പും ചില്ലി ഫ്ലെക്സും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മുപ്പിച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഇട്ട് കൊടുക്കാം. ആ ഉഴുന്ന് പരിപ്പൊക്കെ നമുക്ക് ആ മൂത്ത ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു വലിയൊരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു സവോള, 2 ക്യാരറ്റ്, മുരിങ്ങയില, അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചുരണ്ടിയത് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തു. ശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്കത് ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തു. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്വല്പം നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ മാവ് ഒന്ന് ഇളക്കി നമുക്ക് കോരി ഒഴിക്കാം. വളരെ കനം കുറച്ച് നമ്മൾ ദോശയൊക്കെ തൊടുന്ന ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കോരി ഒഴിച്ചതിന് ശേഷം അത് മൂടി വയ്ക്കാം.
മുരിങ്ങയിലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കാരണം നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമ്മൾക്കതൊന്ന് മറിച്ചിടാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് അതിന് ശേഷം നമ്മൾ അത് മറിച്ചിട്ടു. അതിന് ശേഷവും ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. ഇപ്പം നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ദോശ കണ്ടോ. ഇതിനകത്ത് പച്ചക്കറികളെല്ലാം ഉണ്ട്. സവോള, ക്യാരറ്റ്, അതുപോലെ തന്നെ മല്ലിയില, മുരിങ്ങയില എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ്. ടൊമാറ്റോ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾക്ക് ഇതുപോലെ വളരെ കനം കുറച്ച് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കറിയൊന്നും വേണ്ട. ഇതിനകത്ത് ആ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഉള്ള വെജിറ്റബിളൊക്കെ ഉള്ളത് കാരണം നല്ല ടേസ്റ്റുമാണ്. കറിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു. അവസാനത്തെ ദോശയും ഞാൻ ഉണ്ടാക്കി. അങ്ങനെ എല്ലാം ഉണ്ടാക്കി. കണ്ടോ, വളരെ കനം കുറവാണ്, സോഫ്റ്റാണ്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ ഉൾഭാഗം കണ്ടോ. നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും വളരെ സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും, നമ്മൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഉണ്ടാക്കി കഴിക്കണം.